നമസ്കാരം, എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2025 ഏപ്രിൽ 28 മുതൽ ശനിദേവൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രജാതരെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാശിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ട് കാണുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 2025 മെയ് 28 ലോട്ടറിയുടെ നറുക്കെടുപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് സാധ്യതയുള്ള നമ്പറുകളും അതുപോലെ തന്നെ അതിന് സാധ്യതയുള്ള രാശിക്കാരെ കുറിച്ചിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവർ അത് പോയിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൊതുഫലം അനുസരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിത്യവും കുളിക്കുന്ന സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും. അപ്പോൾ വിശ്വാസമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ കാണുന്നവരാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അതുപോലെ നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങളെല്ലാവരും കയറി വരിക. അപ്പോൾ ഇദ്ദേഹം കുളിക്കുന്ന സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അതുപോലെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. അപ്പോൾ കുളി കഴിഞ്ഞ് വസ്ത്രം കഴുകുന്നതൊക്കെ ഒരു അശുഭമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സർവ്വ ഐശ്വര്യത്തിനും കാരണം. അപ്പം ദാരിദ്ര്യമൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കുളിച്ചതിന് ശേഷം തുണി കഴുകാതിരിക്കുക, അശുദ്ധിയായിരിക്കുക. നനഞ്ഞ വസ്ത്രങ്ങൾ കുളിമുറിയിൽ നിന്ന് ഒഴിവാക്കണം. അതായത് നമ്മൾ കുളിച്ച ഡ്രസ്സുകൾ വെറുതെ ആണെങ്കിലും ഒന്ന് അലമ്പി വെളിയിൽ കൊണ്ടുവന്നിടണം, ബാത്റൂമിൽ ഇടരുത്. അപ്പോൾ നെഗറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അത് തന്നെയെല്ലാം നമുക്ക് നനഞ്ഞതിൻ്റെ ഒരു മണമൊക്കെ നമുക്കുണ്ടാവും, നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും, ഒരു ദുർഗന്ധമൊക്കെ വമിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. പിന്നെ ബാത്റൂമിൽ നമ്മൾ എപ്പോഴും അടച്ചിടുക, തുറന്നിടാതിരിക്കുക. അപ്പോൾ തുറന്നിട്ട് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്, ദുർഗന്ധം പുറത്തേക്ക് വമിക്കില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അതൊരു കോട്ടം തട്ടുന്നൊരു കാര്യമാണ് എപ്പോഴും ബാത്റൂമൊക്കെ തുറന്നിടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ കുളിക്കാൻ നേരത്തെ ഒരു വസ്ത്രമൊക്കെ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളൊരിക്കലും വസ്ത്രമില്ലാതെ ഒന്ന് കുളിക്കാനായിട്ട് പാടില്ല. അതും ഒരു ഇതാണ് പറയുക. അതൊക്കെ നമ്മുടെ ദാരിദ്ര്യ ദുഃഖത്തിനും പിതൃദോഷങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അത് ജ്യോതിഷപ്രകാരമുള്ള കാര്യങ്ങളാണ്. അന്ന് നോക്കാത്തവർക്ക് വെറുതെ അങ്ങ് വിട്ടുകളയാം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ അത് വിട്ടുകളയാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് ശനിയുടെ അപഹാരക സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശനിയാഴ്ചയൊക്കെ നല്ല എണ്ണ, നല്ല വെള്ളെണ്ണ തലയിൽ പറ്റി കുളിക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് എന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പൊതുഫലം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ജാതകമൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നന്ദി. ഓം നമഃ ശിവായ.